കരുനാഗപ്പള്ളിക്കാരുടെ കൂട്ടായ്മയായ നന്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പരിപാടിക്കായിട്ട് എത്തിയതായിരുന്നു റിയാദിൽ. ഇവിടെ വരുമ്പോഴും അതിന് തലേദിവസം ഈ പരിപാടിയുടെ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് പബ്ലിക്കിനെ അറിയിക്കുന്നതിന് വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിലുമെല്ലാം പൊതുവിൽ ഉയരുന്നത് ഈ ജെൻസി വിഷയങ്ങളും പുതിയ കാലത്തിൻ്റെ കുട്ടികളുടെ വിഷയങ്ങളുമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു പ്രധാന കാരണം ഒരു ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുന്ന ഒരു തലമുറ മാറ്റം എപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു തലമുറയിൽ നിന്നും പുതിയ കാലത്തിലേക്ക് ഇങ്ങനെ ബാറ്റൺ കൈമാറുന്നതിൻ്റെ ഒരു പ്രത്യേകത ഈ കാലത്തിനുണ്ട്. കാരണം നാടൻ ജീവിതങ്ങളുടെ കാലത്തുനിന്ന് ഒരേ കാലഘട്ടത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ റിയാദിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ചോദ്യമുയർന്നതും പിന്നീട് നമ്മുടെ ഒരു അനുജ സുഹൃത്ത് ചോദിച്ചതുമെല്ലാം ഇതിനെക്കുറിച്ചാണ്. അത് അവിടെ മാത്രമല്ല, ഒരുപാട് മനുഷ്യർക്ക് അതിനെ സംബന്ധിച്ചുള്ള ചില ചിന്തകളുള്ളതുകൊണ്ട് അത് പങ്കുവെക്കുന്നതേ ഉള്ളൂ. കേൾക്കാം. റിയാദിലെ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട് മാധ്യമം വാർത്തയിൽ വന്നൊരു കുറിപ്പ്. കുട്ടികളിലെ സ്ക്രീൻ ടൈം വർധനവ് ഗൗരവകരമായ വിഷയമാണെന്നും എന്നാൽ മൊബൈൽ ഫോൺ എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാനാവില്ലെന്നും സോഷ്യൽ മീഡിയ അനലിസ്റ്റും പ്രഭാഷകനുമായ ഡോക്ടർ അനിൽ മുഹമ്മദ് റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സാമൂഹിക ഘടനയും മതസമുദായ സൗഹാർദ്ദത്തെയും കുറിച്ച് അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചു. മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം കേവലം യൂട്യൂബിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് അനിൽ മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. കുടുംബ സാഹചര്യങ്ങളിലെ മാറ്റം, മാതാപിതാക്കളുടെ ജോലിത്തിരക്ക്, കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിസം തുടങ്ങി നിരവധി കാരണങ്ങൾ സ്ക്രീൻ ടൈം വർധനവിന് പിന്നിലുണ്ട്. ക്രൂരത പ്രോത്സാഹിപ്പിക്കുന്ന ഷോകൾ, ഹാർഡ് ഹിറ്റിംഗ് ഗെയിമുകൾ, സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ആപ്പുകൾ എന്നിവ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. മൊബൈൽ എന്നത് ക്യാമറയും റേഡിയോയും വീഡിയോയും ഉൾപ്പെട്ട ഒട്ടനവധി ഉപകരണങ്ങളുടെ ഒരു സംയോജിത രൂപമാണ്. അതിനെ പൂർണ്ണമായി ഒഴിവാക്കുക സാധ്യമല്ല. മറിച്ച് കുട്ടികളുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനുമുള്ള ക്രിയാത്മക നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ വസ്ത്രധാരണം, ആഘോഷങ്ങൾ, പാരന്റിംഗ് എന്നിവയിലൊക്കെ പുതിയ മാറ്റങ്ങൾ, ന്യൂ നോർമൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ തലമുറയിലെ അച്ഛനമ്മമാരിൽ നിന്നും ഇന്നത്തെ രക്ഷകർത്താക്കളിലേക്കുള്ള മാറ്റം പ്രകടമാണ്. മുൻപ് സാധാരണയായി കണ്ടിരുന്ന വ്യക്തിപരമായ പരിഹാസങ്ങൾക്ക് ഇന്ന് ബോഡി ഷെയ്മിംഗായി തിരിച്ചറിയപ്പെടുന്നു എന്നത് സമൂഹത്തിന്റെ പോസിറ്റീവായ വളർച്ചയാണ് കാണിക്കുന്നത്. വ്യക്തിമൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സമൂഹം ഇന്ന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. മതങ്ങൾക്കിടയിൽ അനാവശ്യ വിവാദങ്ങളും അതിവൈകാരികതയും സൃഷ്ടിക്കുന്നത് സമൂഹത്തിന് ഗുണകരമല്ലെന്ന് അനിൽ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. എല്ലാ വിഭാഗങ്ങളിലും ഇത്തരം ഏറ്റുമുട്ടലുകൾ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വന്തം മതത്തിനകത്തെ തെറ്റായ പ്രവണതകളെ തിരുത്താനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും വൈകാരികമായ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പൊതുവൽക്കരിക്കുന്നത് ഖേദകരമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നന്മ കരുനാഗപ്പള്ളി പ്രവാസി കൂട്ടായ്മ 6ാം വാർഷികാഘോഷം നന്മോത്സവം 2026 മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ റിയാദിലെത്തിയതാണ് അദ്ദേഹം. വാർത്താസമ്മേളനത്തിൽ ഗായികമാരായ അഷ്ഫിയ അൻവർ, അസ്ന നിസാം, സംഘാടകരായ ബഷീർ ഫതഹുദ്ദീൻ, അഖിനാസ് എം കരുനാഗപ്പള്ളി, മുനീർ കണ്ണങ്കര എന്നിവർ പങ്കെടുത്തു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂ ജനറേഷന്റെ മാറ്റങ്ങളും എല്ലാം ലോകത്ത് വളരെ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ കേരളത്തിലോട്ട് വരുമ്പോൾ കേരളം അങ്ങനെ മാറി. എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷനിൽ ഒരു എം ഡി വാസുദേവൻ നായരോ അല്ലെങ്കിൽ ഒരു സുകുമാർ അഴീക്കോടോ ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണ്? ഇനി അവരുണ്ടാവില്ല, ഇനി അവർ വരില്ലേ? ഇനി എന്തുകൊണ്ടാണത് വരാത്തതിൻ്റെ പ്രധാന കാരണം? ശരിക്കും പറഞ്ഞാലേ അങ്ങനെ അവരുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രതിഭ ഉണ്ടാകുന്നില്ല എന്ന് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് വളരെ ഇമ്മച്വറാണ്. യഥാർത്ഥത്തിൽ ഈ ജെൻസി എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ കാഴ്ചപ്പാടുകളുടെ വിഷയത്തിലും നിലപാടുകളുടെ കാര്യത്തിലും നമ്മളെക്കാൾ അൺകോംപ്രമൈസ്ഡാണ്. ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ പ്രതീക്ഷ അവരുടെ ഒരു നിലപാടിലാണ്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും മതത്തിൽ, ജാതിയിൽ, നമ്മുടെയൊക്കെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരുതരം മതതിമിരം ബാധിച്ചവരുടെ നായകനായിട്ടാണ് നമ്മളൊക്കെ ദൈവത്തെ വെച്ചേക്കുന്നത്. പക്ഷേ അവരിലുള്ള ജെൻസികളുടെ ഇടയിലുള്ള ദൈവവിശ്വാസം ഉള്ളവർക്ക് അവർ ദൈവത്തെ കാണുന്നത് സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു വിശാലമായ ചിന്തകളുടെയൊക്കെ ഒരു ഗൈഡായിട്ടോ മെൻറ്ററായിട്ടോ ആണ് അവർ ദൈവത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും അവരെ അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. പിന്നെ
ഈ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു മൺപാത്രം ഇങ്ങനെ അതിൻ്റെ മൂശയിൽ ഇങ്ങനെ വാർത്ത് മുകളിലേക്ക് എടുക്കുന്നതിൻ്റെ ആ ഷേപ്പിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഒരു നിശബ്ദത, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊരു രൂപപ്പെട്ട് വരലൊക്കെ ഉണ്ട്. ഇപ്പോൾ MD ആയാലും സുകുമാർ അഴീക്കോടായാലും ആരായാലും അവരങ്ങ് 16 17 വയസ്സ് മുതൽ അറിയപ്പെടുന്നില്ല. അവർ 40 45 വയസ്സായി അറിയപ്പെടുമ്പോഴാണ് പിന്നെ അവരുടെ 16 വയസ്സിലേക്ക് പോയി അന്ന് മാതൃഭൂമിയിലൊരു ലേഖനം എഴുതിയിരുന്നു എന്നൊക്കെ വരുന്നത്. എങ്കിലും 80s ആൾക്കാർ ഇപ്പോൾ അല്ല, 80s എന്ന് പറയുമ്പം അതിനുശേഷം ന്യൂ ജനറേഷനിലുള്ള എത്രയോ ആളുകളുടെ ഒപ്പീനിയൻ, ഇപ്പം ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ഒരു നിർഭയനായ നമ്മുടെ രാജ്യത്തെ വലിയൊരു സാമൂഹ്യ പ്രവർത്തകൻ, മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ഇൻസ്റ്റയിലും സാമൂഹ്യ മാധ്യമത്തിലുമൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ അവർ രൂപപ്പെട്ട് വരുന്നുണ്ട്. അവർ രൂപപ്പെട്ട് വരുന്നതിന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ചിന്തയും കൂടെ നമ്മളെന്താ വേണം, സുകുമാർ അഴീക്കോടിയെന്നും പിന്നെ എന്താ പറയുന്നത്, പിന്നെ തകഴി ശിവശങ്കരപ്പിള്ളയെന്നും ഒക്കെ വിട്ട് നമ്മുടെ അന്വേഷണം കുറച്ചുകൂടി താഴേക്കൊക്കെ കൂടി നോക്കണം. അപ്പോൾ ഒരുപാട് പ്രതിഭകളുണ്ട്. ഇന്ന് തന്നെ നിങ്ങളുടെ നന്മയുടെ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാം ജൻസിക്കാരല്ലേ? നിങ്ങളെന്താ വേറെ ആരുടെയും പുറകിൽ പോകാൻ? അഷ്ഫിയ, അസ്ന, അസിൻ, ഇവരെല്ലാം ന്യൂ ജനറേഷൻ ആളുകളാണ്. അതെ അതെ. എങ്കിലും അവർ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്നവർ നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തന്നിട്ടുള്ളത് നമുക്ക് ഏത് ജനറേഷനിലും ഉപയോഗിക്കപ്പെടാവുന്നത് കാര്യങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാനൊക്കത്തില്ല. അവർ പറഞ്ഞിട്ടുള്ള കഥകളും അത്തരം കാര്യങ്ങളും ഇപ്പം തന്നെ നീ ഇപ്പം വിചാരിക്കുന്നുണ്ടോ, നമ്മുടെ ചെറുപ്പകാലത്ത് ജോഷിയും സിബി മലയിലും സത്യൻ അന്തിക്കാടും ഒക്കെ ഇനി പുതിയ തലമുറയിൽ ഒരു പടം സംവിധാനം ചെയ്താൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഫ്രെയിം മാറി, കാഴ്ചകൾ മാറി, നമ്മളതിൽ നിന്ന് പിടിവിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. നീയും ഞാനും ഒക്കെ നമ്മൾ ഈ കാലത്തിൻ്റെ കാലഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മളിപ്പോഴും 80, 90, 2000, 2010 കണ്ടുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് മുന്നോട്ട് വന്നു. അതായത് ന്യൂ ജനറേഷനിലും നമുക്ക് ഇത്തരം മറ്റു രീതികളിലൂടെ ഇത്തരം ഡെവലപ്മെന്റ്സും ഇത്തരം ചിന്താഗതികളും കാണാം. എത്രയോ പ്രതിഭകൾ AI-യുടെ കാലത്തേക്ക് കാണുമ്പോൾ AI ചെറുപ്പമായി എത്രയോ പ്രതിഭകൾ. ഇപ്പം ന്യൂ ജനറേഷനിലെ ആളുകൾ ഏൺ ചെയ്യുന്ന സാലറി എത്ര, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താ, അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ എന്താ, ആ ബ്രാൻഡുകളൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ തിങ്കിങ് ഉണ്ടാവണം, ഡ്രീമിങ് ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവണം. അപ്പം നമ്മളേതെങ്കിലും ഒറ്റപ്പെട്ട കുറച്ച് പിള്ളേർ റോഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ച് നമ്മൾ തന്നെ ചോദിക്കട്ടെ, ഈ കാലത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മുടെ യൗവനത്തിലുണ്ടായിരുന്നെങ്കിൽ ഒന്നാലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഇവർ കാണിക്കുന്നതിൻ്റെ 10 ഇരട്ടി വേഗതയിൽ മാത്രമല്ല, എന്താ പറയുന്നത്, എന്തും നമ്മൾ കാണിച്ചേ.